ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. APL BPL റേഷൻ കാർഡ് ഉള്ളവരെല്ലാം അറിയേണ്ട പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് നിങ്ങളുമായി ഇന്ന് ഷെയർ ചെയ്യുന്നത്. അതിനു മുമ്പായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക. റേഷൻ കാർഡുള്ളവർക്കുള്ള മസ്റ്ററിംഗ് നടപടികൾ സംസ്ഥാനത്ത് ആരംഭിക്കുന്നതിന്റെ അറിയിപ്പാണ് ആദ്യമായി ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ അന്ത്യോദയ അന്ന യോജന AAY മഞ്ഞ റേഷൻ കാർഡുകാരും മുൻഗണനാ റേഷൻ കാർഡുള്ള PHH പിങ്ക് റേഷൻ കാർഡുള്ളവരോടുമാണ് മസ്റ്ററിംഗ് അഥവാ KYC ചെയ്യുവാൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. അതിനുള്ള തീയതിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അനർഹമായി മുൻഗണനാ റേഷൻ കാർഡുകൾ കൈവശം വെച്ചിരിക്കുന്നവരെ തിരിച്ചറിയുന്നതിനും മരണപ്പെട്ടവരുടെയും വിദേശത്തുള്ളവരുടെയും മറ്റും റേഷൻ അനർഹമായി കൈപ്പറ്റുന്നവരെക്കുറിച്ചും ഉള്ള വിശദാംശങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയാണ് സംസ്ഥാന ഭക്ഷ്യവകുപ്പ് റേഷൻ കാർഡ് മസ്റ്ററിംഗ് അഥവാ KYC നടപടികളുടെ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ ഇറക്കിയിരിക്കുന്നത്. 2024 മാർച്ച് 31 വരെയാണ് റേഷൻ കാർഡ് മസ്റ്ററിങ്ങിനുള്ള സമയം അനുവദിച്ചിട്ടുള്ളത്. റേഷൻ കടയിലെ എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും റേഷൻ കടയിൽ എത്തിക്കൊണ്ട് റേഷൻ കാർഡ് മസ്റ്ററിംഗ് നടപടികൾ പൂർത്തീകരിക്കാം. ഇതിനുവേണ്ടി ആധാർ കാർഡും റേഷൻ കാർഡുമായി റേഷൻ കടയിൽ എത്തുകയാണ് വേണ്ടത്. റേഷൻ കാർഡിലെ എല്ലാ അംഗങ്ങളും ഈ പ്രവർത്തനം പൂർത്തീകരിക്കണം. മഞ്ഞ പിങ്ക് റേഷൻ കാർഡുള്ളവർ മാത്രമാണ് റേഷൻ കാർഡ് മസ്റ്ററിംഗ് ചെയ്യേണ്ടത്. നീല വെള്ള ബ്രൗൺ റേഷൻ കാർഡുള്ളവർ ഇപ്പോഴത്തെ റേഷൻ കാർഡ് മസ്റ്ററിംഗ് ചെയ്യേണ്ടതില്ല. ഇതുകൂടാതെ റേഷൻ കാർഡ് മസ്റ്ററിങ്ങിന് വേണ്ടിയുള്ള പ്രത്യേക ക്യാമ്പയിനുകൾ തദ്ദേശ സ്ഥാപനങ്ങൾ, അതായത് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷനുകൾ കേന്ദ്രീകരിച്ചും നടക്കുന്നതാണ്. ഓരോ വാർഡുകളിലും ഇതിനു വേണ്ട പ്രത്യേക സംവിധാനം ഒരുക്കും. മാർച്ച് 15, 16, 17 ദിവസങ്ങളിലായിട്ടായിരിക്കും റേഷൻ കാർഡ് മസ്റ്ററിംഗ് ക്യാമ്പുകൾ നടത്തുക. ആ ക്യാമ്പുകളിൽ എത്തിയും KYC അഥവാ റേഷൻ കാർഡ് മസ്റ്ററിംഗ് പൂർത്തീകരിക്കാവുന്നതാണ്. റേഷൻ കാർഡ് മസ്റ്ററിംഗ് പൂർത്തിയാക്കിയാൽ മാത്രമേ തുടർന്നും മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകൾ നിങ്ങൾക്ക് നിലനിർത്തുവാൻ സാധിക്കുകയുള്ളൂ. രണ്ടാമത്തെ പ്രധാന അറിയിപ്പ്, കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച ഭാരത് അരിയുടെ വിതരണം പുരോഗമിക്കുകയാണ്. തൃശൂർ, പാലക്കാട്, കണ്ണൂർ, എറണാകുളം, ആലപ്പുഴ പോലുള്ള സ്ഥലങ്ങളിൽ വാഹനങ്ങളിലൂടെയുള്ള വിൽപ്പനയ്ക്ക് തിരക്ക് കൂടിയതിനാൽ പലയിടത്തും ടോക്കൺ നൽകിയ ശേഷമാണ് അരി വിതരണം നടത്തുന്നത്. കിലോയ്ക്ക് 29 രൂപയാണ് വില. 10 കിലോയാണ് ഒരു സമയം ഒരാൾക്ക് നൽകുന്നത്. 1000 പാക്കറ്റുകളാണ് ഓരോ പ്രദേശത്തും വിൽപ്പന നടത്തുന്നത്. വാഹനത്തിലൂടെ അല്ലാതെ സംസ്ഥാന വ്യാപകമായി 200 സ്ഥിരം വിൽപ്പന ഔട്ട്ലെറ്റുകൾ തുറക്കുന്നതിനുള്ള നടപടികൾ NCCFന്റെ ഭാഗത്തു നിന്നും തുടങ്ങിക്കഴിഞ്ഞു. അവിടങ്ങളിൽ ഭാരത് അരിക്ക് പുറമെ ഭാരത് ആട്ട, ഭാരത് പരിപ്പ് എന്നിവയും വിൽപ്പനയ്ക്കുണ്ടാകും. ഭാരത് എല്ലാവർക്കും എല്ലായിടത്തും കിട്ടുന്നില്ലെന്ന പരാതികളും വന്നിട്ടുണ്ട്. ഇതിനിടെയാണ് കുറഞ്ഞ വിലയ്ക്ക് നീല വെള്ള റേഷൻ കാർഡ് ഉടമകൾക്ക്, അതായത് റേഷൻ അരി വിഹിതം കുറഞ്ഞിട്ടുള്ള ആളുകൾക്ക് റേഷൻ കടകളിലൂടെയോ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലൂടെയോ 10 കിലോ അരി വീതം നൽകുവാനുള്ള നടപടികൾ സംസ്ഥാന സർക്കാർ ഭാഗത്തു നിന്നും തുടങ്ങിയിട്ടുള്ളത്. K അരി എന്ന പേരിലായിരിക്കും ഈ അരി വിതരണം ചെയ്യുക. നീല വെള്ള റേഷൻ കാർഡുള്ളവർക്കായിരിക്കും ലഭിക്കുക. ജയ അരി, കുറുവ അരി, മട്ട അരി എന്നിങ്ങനെ 3 തരത്തിലുള്ള അരിയായിരിക്കും വിതരണം ചെയ്യുക. ഇതിനു വേണ്ടിയിട്ടുള്ള അരി ആന്ധ്ര, തെലങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തിക്കുമെന്നാണ് ഭക്ഷ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത്. മട്ട അരിയും കുറുവ അരിയും സംസ്ഥാനത്തെ നെൽ കർഷകരിൽ നിന്നും സംഭരിക്കും എന്നും ഭക്ഷ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ലോക്സഭാ ഇലക്ഷന് മുമ്പായി തന്നെ K അരി വിതരണം നടത്തുവാനുള്ള നടപടികളാണ് സംസ്ഥാന സർക്കാർ ആലോചിക്കുന്നത്. കിലോയ്ക്ക് 28 രൂപയോ അതിൽ താഴെയോ നൽകുവാൻ കഴിയുമെന്നാണ് ഭക്ഷ്യവകുപ്പ് കരുതുന്നത്. ഇതുപോലുള്ള ഇൻഫർമേഷൻസുകൾ ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.